ഇത് റോയൽ എക്സ്ട്രീം സ്കാവൻഡർ. ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മൾ BS6 EX സെൽഫ് സ്റ്റാർട്ട് വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയുടെ ഒരു റിവ്യൂ കൂടെ അയച്ചു. ഇതിൻ്റെ മുമ്പേ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടി ഒരുപാട് സംശയമുള്ള കാര്യങ്ങളുണ്ട്. BS എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് വരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയാം. അപ്പോൾ അത് ES എന്നാണ് നാം പുതിയതായിട്ടുള്ള ഒരു പേര് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നോക്കുക, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് MIL ലൈറ്റ് ABS ലൈറ്റ് ഓണാണ്. സ്റ്റാർട്ടായി MIL ലൈറ്റ് ഓഫായി, ABS ലൈറ്റും റണ്ണാണ് സമയത്ത് ഓഫ് ആവുണ്ടാവും. ആ രണ്ട് ലൈറ്റ് തെളിഞ്ഞിരിക്കണം കേട്ടോ, വണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ABSഉം MIL ലൈറ്റും ഓക്കെ ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണം, പിന്നെ കൂടുതലായിട്ട് BS6 വണ്ടി ഭയപ്പെട്ടിട്ട് ആളുകൾ ഭയപ്പെടണമെന്നുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ BS6 വണ്ടിയിൽ നിന്ന് ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് കാർബറേറ്റർ വണ്ടിയിലേക്ക് പോകുന്ന പ്രവണത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലുള്ള മെയിൻ കാരണം അതിൻ്റെ മെയിൻ്റനൻസ് തന്നെയാണ്. 2013 സ്റ്റാൻഡേർഡ് ഇറങ്ങിയ സമയത്ത് CI എൻജിൻ 2009-10 കാലഘട്ടങ്ങളിൽ CI എൻജിൻ സ്റ്റോപ്പ് ചെയ്ത് 2010 വരെ സെയിലുണ്ടായിരുന്നു CI എൻജിൻ, പഴയ മോഡൽ എൻജിൻ. ആ എൻജിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ക്ലാസിക്കിലേക്ക് മാറിയ സമയത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ വിഷയമാണ് ഇപ്പോൾ BS6 മാറിയതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. അതായത് കാലം മാറി, ടെക്നോളജി മാറി. അപ്പോൾ അതിൽ നിർബന്ധിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ റോയൽ എൻഫീൽഡിന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വരുന്ന എക്സ്ട്രാ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കോസ്റ്റാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയം ഉളവാക്കിയിരിക്കുന്ന വസ്തുത. ഒന്നാമത് ഇതിൻ്റെ BS6 നോംസിലേക്ക് വരുന്ന സമയത്ത് അതിന് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിൽറ്ററിങ് യൂണിറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BS6ൻ്റെ സൈലൻസർ വളരെ എക്സ്പെൻസീവാണ്. 27,000 രൂപേൻ്റെ അടുത്ത് വില വരുന്ന സൈലൻസറാണ് BS6ന് വരുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതായത് ഭാരത് നോംസ് പാലിക്കണം എന്നുള്ളതുള്ള ആ ഒരു നിയമത്തിൻ്റെ നിർബന്ധിതാവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു സൈലൻസർ കൊടുക്കേണ്ടി വന്നത്. അല്ലാതെ റോയൽ എൻഫീൽഡിന് അങ്ങനത്തെ ഒരു സൈലൻസർ, ഇത്രയും നല്ല സൈലൻസർ അതിനോട് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അത് നിർബന്ധമാണ്. അപ്പോൾ അത് നിയമം വെച്ചിട്ട് BS6 ആണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് അത്രയും ഇതായിട്ട് ഫിൽറ്റർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പെൻസീവ് പാർട്സ് യൂസ് ചെയ്യണം. അപ്പോൾ അത് സൈലൻസറിന് വില കൂടുതലാണ്. BS4 നോംസിൽ വരുമ്പോൾ അങ്ങനെ വരില്ല, BS3 നോംസിൽ വരുമ്പോൾ അങ്ങനെയുള്ള അങ്ങനെ വിഷയം കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സൈലൻസറിന് വില കൂടുതലാണ്. അപ്പോൾ അത് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടുക? അത് റീപ്ലേസ് ചെയ്ത് മാത്രമേ വരുള്ളൂ. റീപ്ലേസ്മെൻറ്റ് എങ്ങനെയൊക്കെ വരും? തുരുമ്പൊടിപ്പിക്കാൻ വരും. കോറ് തുരുമ്പൊടിക്കുന്ന സമയത്ത്, വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൻ്റെ മൗത്തിലേക്ക് പ്രഷറിൽ വെള്ളം അടിച്ച് കയറ്റാതെ നിൽക്കാൻ നോക്കുക. കാരണം നമ്മൾ സാധാരണ ഉണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റൊക്കെ ചൂടായി കഴിഞ്ഞാൽ പതുക്കെ എങ്ങനെ പോകും. പക്ഷേ ഇത് വെള്ളം അടിച്ച് കുറേ നേരം വാട്ടർ സർവീസ് കഴിഞ്ഞ് വെള്ളം ഉള്ളിലുണ്ടെങ്കിൽ ഒരു സമയം എടുക്കും. അതുകൊണ്ട് തുരുമ്പൊടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കോറിളകുക, അതേമാതിരി സൗണ്ട് ഉണ്ടാകും, സൈലൻസർ സൗണ്ട് ഉണ്ടാകും. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു വിഷയം. എല്ലാ വണ്ടിയിലും ഇല്ല, വളരെ റെയറായിട്ടുള്ള വണ്ടികളുണ്ടായിട്ടുണ്ട്. അത് വിചാരിച്ച് BS6 വണ്ടി എടുക്കാതെ വെക്കേണ്ടതില്ല. അപ്പോൾ അത് ഒരു വിഷയം അതാണ്. രണ്ടാമത് വരുന്ന ABS ആണ്. BS4 മുതലൊന്ന് ABS ആണ്. BS4ലും BS6ലും ABS ഉണ്ട്. ആ ABS പറഞ്ഞ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ഹൈ സ്പീഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മഴക്കാലങ്ങളിലൊക്കെ സ്കിഡ് ആവാതെ, വണ്ടി ബ്രേക്ക് ലോക്കാവാതെ, വീല് ലോക്കാവാതെ പിടിച്ച് നിർത്താനുള്ള കഴിവാണ് ABS എന്ന് പറഞ്ഞ്. സഡൻ ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അത്ര ഫോഴ്സ് ഉപയോഗിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സ് ഡയറക്റ്റ് കാലിപ്പറിലേക്ക് സപ്ലൈ ചെയ്യാതെ അതിൻ്റെ സ്പീഡ് സെൻസ് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ ബ്രേക്കിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ABSൻ്റെ ധർമ്മം. അപ്പോൾ ആ ഒരു ABS ആ സമയത്ത് വീൽ ലോക്കാവില്ല, അതായത് ലോക്കാവാതെ സ്കിഡാവാതെ വണ്ടിയെ പിടിച്ചെടുത്താൻ പറ്റും എന്നുള്ളതാണ് ABSൻ്റെ ധർമ്മം, മെച്ചം. പക്ഷേ അത് മാനുവലായിട്ട് ABS ഒക്കെ ബ്രേക്കിംഗ് ഒക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. BS6ൽ അതുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ABSൻ്റെ മോഡുലേറ്റർ കൊടുത്തേക്കുന്ന മിസ്പ്ലേസ് ആണ്. അതായത് അതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ആ ഒരു നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. റോയൽ എൻഫീൽഡിന് ആ ചേസ് കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എൻജിൻ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആ ഒരു മോഡുലേറ്ററിൻ്റെ ഒരു പ്രശ്നം വയ്ക്കാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം ഉള്ള സ്ഥലത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ആ കൊടുത്തേക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം അടിച്ച് സാധാരണഗതിയിൽ വെള്ളം ഒഴുക്കി കഴുകാനൊന്നും ഒരു വിഷയമില്ല. മണ്ണ് പിടിക്കുന്ന ഒരു ഭാഗമായത് കൊണ്ട് തന്നെ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഫോഴ്സ് ഉപയോഗിക്കുന്ന ആ ഭാഗമായിരിക്കും. അപ്പോൾ ഈ ഫോഴ്സിൽ വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ടാണ് കൂടുതലായിട്ട് ABS മോഡുലേറ്റർ കംപ്ലയിൻറ്റ് വന്നത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ള എങ്ങനെയാണെന്ന് അറിയില്ല.
അപ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് വെള്ളം ഒഴുക്കി കളയുക. അവിടെ ഫോഴ്സിൽ വെള്ളം അടിക്കാതെ. അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ABSൻ്റെ മോഡുലേറ്ററിൻ്റെ ഫോട്ടോസ് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിൽ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഡയറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോ എടുത്ത് കാണാം ABSൻ്റെ മോഡുലേറ്ററിൻ്റെ പൊസിഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. ആ സ്ഥലത്തേക്ക് വെള്ളം അടിച്ച് കഴുകാതെ നിൽക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മാത്രമാണ് ഈ 2 ഭാഗം 16,000 രൂപയാണ് ABSൻ്റെ മോഡുലേറ്ററിന് വരുന്നത്. അപ്പോൾ ആ 2 ഭാഗം ഓക്കെ, 2 ഭാഗം നമുക്ക് ആവശ്യമുള്ളതാണ്. അത്യാവശ്യം എന്ന് പറയില്ല, ആവശ്യം ഉള്ളത് തന്നെയാണ്. അപ്പം അതില്ലാതെ വണ്ടി ഓടും. അല്ലാതെ താല്പര്യമില്ലാത്തവർ BS3 BS4 ഉപയോഗിക്കാവുന്നതാണ്. BS3 ഉപയോഗിക്കാവുന്നതാണ്. ABS ഇല്ലാത്ത BS4 വിത്തൗട്ട് ABS വന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ എക്സ്പെൻസ് വരുന്ന പാർട്സ് അതാണ്. മൂന്നാമത് വരുന്ന ECM ആണ്. നാലാമത് വരുന്ന ത്രോട്ടിൽ ബോഡിയാണ്. ECMന് ചെറിയ ഒരു ആ സമയത്തുണ്ടായിരുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ ചിപ്പിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഡിമാൻഡുള്ള സമയം ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായ പ്രൊഡക്ഷൻ്റെ ഇതായിരിക്കാം തോന്നുന്നു. ECM അത്ര ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ എൻ്റെ ഒരു മനസ്സിലാക്കിയൊരു വസ്തുതയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവ് തന്നെയാണ്. പക്ഷെ എന്നാലും കൂടുതലായിട്ട് നമ്മൾ മെക്കാനിക്സിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ അപാകതകൾ കൊണ്ടും ഈ ECM കംപ്ലൈൻ്റ് ആവാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. BS6 വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് 2 ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് വണ്ടിയുടെ പെട്രോൾ അങ്ങ് മറന്നേക്കുക. അതിൻ്റെ മുകളിലുള്ള പെട്രോൾ മാത്രം ഉപയോഗിക്കുക. ആ പെട്രോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കരുത്. കാരണം ഫ്യൂവൽ റിസർവിങ് ഇൻഡിക്കേഷൻ വത്തി ഉടനെ നമ്മൾ പെട്രോൾ അടിക്കുക. അത് നമ്മൾ പതിവാക്കുക. എന്നാൽ ഫ്യൂവൽ പമ്പ് കംപ്ലൈൻ്റ് ആവുന്ന ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഫ്യൂവൽ പമ്പിൻ്റെ കൂളിംഗ് പെട്രോളാണ്. അതിന് അതിൻ്റെ ഉള്ളിൽ വേറെ കൂളിംഗ് ഫാനൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ പെട്രോൾ സപ്ലൈ ആണ് അതിൻ്റെ കൂളിംഗ് വരുന്നത്. അപ്പോൾ പെട്രോൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായി സ്ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യാനും താൽപര്യമായിട്ട് അതിൻ്റെ പ്രഷർ കുറയാനും അങ്ങനെ ഫ്യൂവൽ പമ്പ് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായ വർക്ക്ഷോപ്പിലല്ല കാണിക്കുന്നത്. പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റാത്ത അറിയാത്ത വർക്ക്ഷോപ്പിലാണ് കാണിക്കുന്നതെങ്കിൽ വേല പലതും മാറ്റി അവസാനമേക്ക് ഫ്യൂവൽ പമ്പ് മാറ്റുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ആ ഒരു കംപ്ലയിൻസിലേക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ പമ്പ് കറക്റ്റായിട്ട് പെട്രോൾ ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ ആ ഒരു വിഷയവും അവിടെ തീർന്നു. പിന്നെ വാട്ടർ സർവീസിൻ്റെ വിഷയം പറഞ്ഞു. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഓക്കെയാണ്. സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, 10,500 ക്രാങ്ക് വെയിറ്റ് വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ലോ ആൻഡ് ടോർക്ക് ശരിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ABSൻ്റെ അധികമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിൽപ്പെട്ട ABS നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊന്നും കംപ്ലയിൻസ് അല്ല ഞാൻ പറയുന്ന. ഈ റോയൽ എൻഫീൽഡ് വരുന്ന കംപ്ലയിൻസ് അല്ല. പൊതുവായിട്ട് എക്സ്ട്രാ വരുന്ന ഫീച്ചേഴ്സിന് വരുന്ന നമ്മൾ എക്സ്ട്രാ സർവീസ് കോസ്റ്റാണ്. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അത് ഏത് തരം വണ്ടിയാണെന്നും അതിന് എന്തൊക്കെ കെയറിങ് കൊടുക്കണം എന്നുള്ളതും, നമ്മളൊരു ഐഫോണും സാധാ ആൻഡ്രോയിഡ് ഫോൺ എത്ര ഐഫോണൊക്കെ വാങ്ങിച്ച് എത്ര കെയറിങ്ങിലാണ് കൊണ്ടെടുക്കുക, അതേമാതിരി കണ്ടാൽ മതി. ഒരു BS6 വണ്ടി എടുക്കുമ്പോഴും അങ്ങനെ ഒരു കെയറിങ് ചെയ്ത് അധികം വെള്ളത്തിലോ ചളിയിലോ ഒന്നും റഫായിട്ട് ഉപയോഗിക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മയത്ത് ഉപയോഗിക്കുക. എല്ലാ സമയങ്ങളിൽ പിന്നെ നോർമലായിട്ട് വൃത്തിയിൽ ഉപയോഗിക്കുക. ഗ്രാജുവലി ആക്സിലേഷൻ കൊടുക്കുക. KTM ഡ്യൂക്ക് അങ്ങനത്തെ സ്പോർട്ട് വണ്ടികൾ ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കാതെ നിൽക്കുക. ഒരു ലെജൻഡ് റൈഡർ ആവുക. എന്നാൽ ഈ വണ്ടിക്ക് ഒരു വിഷയമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടോർക്ക് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ വിചാരിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ടോപ്പ് ഗിയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇപ്പം 30 എബോ, ഒരു 30 to 35, 30 എബോ എന്ന് പറയാം. ശരിക്കും നോക്കുക കേട്ടോ. 30 എബോ ആണ് ഈ വണ്ടി ഓടുന്നത് ടോപ്പ് ഗിയറിൽ. അതാണ് ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക്. അതായത് ലോ ആൻഡ് ടോർക്കിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അടിക്കടില്ല ഗിയർ മാറ്റം ആവശ്യമില്ല. നമുക്കൊരു ഗിയറിൽ ഇങ്ങനെ വണ്ടി പോവാം. അതിൽ തന്നെ വണ്ടി പിന്നെ ഹൈ സ്പീഡ് എടുക്കാനും പറ്റും, ഗ്രാജുവലി സ്പീഡ് എടുക്കാനും പറ്റും. അതാണ് ലോ ആൻഡ് ടോർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുറഞ്ഞ RPM കൂടുതൽ പിക്കപ്പ് കേട്ടോ. അപ്പം അത് റോയൽ എൻഫീൽഡിന് അവകാശപ്പെടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജാണ്.
അപ്പോൾ ഈ ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് ക്രാങ്ക് വെയിറ്റ് കൂടിയുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സൈലൻസർ മാറ്റൽ അനുവദനം അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഒരു പരിധിവരെ പറ്റില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അത്യാവശ്യം വേണ്ടവർക്ക് ഫൈന് 5000 രൂപ സ്ഥിരമായിട്ട് നമുക്ക് MVD കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിന് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സൈലൻസർ മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു നോട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ട്രഡീഷണൽ എഞ്ചിൻ്റെ ഒരവസാനത്തെ കണ്ണിയാണ് BS6 ES 350 എന്ന വണ്ടി. അപ്പോൾ ട്രഡീഷണൽ എഞ്ചിന് റോയൽ എൻഫീൽഡ് എല്ലാ പഞ്ചുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ BS6 നോംസിൽ വരുന്ന സൈലൻസറിൻ്റെ ഒരു വിഷയം മാത്രമാണ് നമുക്ക് ആ ഒരു എക്സോസ്റ്റ് നോട്ട് അനുഭവിച്ചറിയാൻ പറ്റില്ല എന്നുള്ള ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ബട്ട് പെർഫോമൻസ് വൈസ് ആ ലോ ആൻഡ് ടോർക്ക് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചറിയേണ്ട സംഗതി തന്നെയാണ്. അപ്പോൾ എത്രത്തോളം കിലോമീറ്റർ ഓടുന്ന 50,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ വണ്ടി സെറ്റാണ്, നമുക്ക് ഒഴുക്കി കൊണ്ടെടുക്കുക സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടി 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഇതുവരെ ECU മാറ്റിയിട്ടില്ല, ടോട്ടൽ ബോഡി മാറ്റിയിട്ടില്ല, ABSൻ്റെ മോഡുലേറ്റർ പോയിട്ടില്ല. ഇതിൻ്റെ കെയറിങ് ആണ്. ഇത് കറക്റ്റ് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്, കെയർ ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ അത് കെയർ ചെയ്യുക. ഇതാണ് എനിക്ക് BS6 ഈ 350 ESനെ കുറിച്ച് പറയാനുള്ളത്. അതല്ല ഈ ഒരു സംഗതികളൊക്കെ നിങ്ങളെ ഭയപ്പാടുളവാക്കുന്ന ഒരു വസ്തുതയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ BS3 വണ്ടി. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു രാജാവാണ്, ആ സെയിം പെർഫോമൻസ് തന്നെയാണ്. BS3 കുറച്ചുകൂടി എക്സോസ്റ്റ് നോട്ട് കൂടും, സൈലൻസറിന് അത്രയും ബ്ലോക്കേജ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് സൗണ്ട് കിട്ടും. BS4 കുറച്ച് സൗണ്ട് കുറയും, BS6 അതിനേക്കാളും കുറയും എന്ന് കരുതി ഇപ്പോൾ ആരും സൈലൻസർ മാറ്റാതെ ഓടുന്നൊന്നും ഞാൻ കാണുന്നില്ല. ആളുകൾ എനിക്ക് തോന്നുന്ന 50% ആൾക്കാർ ഇപ്പോഴും സൈലൻസർ മാറ്റി തന്നെയാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ അതും വേണ്ടവർക്കത് ചെയ്യാം, പക്ഷെ നിയമം അനുവദിക്കുന്നില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ BS6ൻ്റെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അതിലൂടെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വേണ്ടവർ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുള്ള റിപ്ലൈ ആ സമയത്ത് തരാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും ഞാൻ തരും. റിപ്ലൈ വൈകി കഴിഞ്ഞാലും ആൻസർ ചെയ്യാതിരിക്കില്ല. അടുത്തൊരു വീഡിയോ ഇടാൻ കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്.